വാർത്തകൾ തുടരുന്നു. വണ്ടൂർ സബ് ജില്ലാ കലോത്സവത്തിൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി വിതരണം ചെയ്തു. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ എ സത്യൻ ട്രോഫി വിതരണം ചെയ്തു. വാണിയമ്പലത്ത് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ വിദ്യാലയത്തിന് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ഹൈസ്കൂൾ വിഭാഗം അറബി കലോത്സവത്തിൽ വിദ്യാലയത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചു. തുടർച്ചയായി 5ാം തവണയാണ് വിദ്യാലയത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുന്നത്. 73 പോയിന്റ് നേടിയാണ് വിദ്യാലയം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. 70 പോയിന്റ് നേടി ഏറിയാട് സ്കൂൾ 2ാം സ്ഥാനവും നേടി. 21 വിദ്യാർത്ഥികളാണ് അറബി കലോത്സവത്തിൽ പങ്കെടുത്തത്. വിദ്യാലയത്തിലെ അറബിക് അധ്യാപകരായ പി അബ്ദുറഹ്മാൻ സുലമി, വി ഷൌക്കത്ത് അലി, കെ അഷ്റഫ് അലി, പി അഷ്റഫ് എന്നിവരാണ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകിയത്. ഇതിനു പുറമെ ഹൈസ്കൂൾ UP ജനറൽ വിഭാഗത്തിൽ വിദ്യാലയത്തിനാണ് 2ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. UP വിഭാഗത്തിൽ 1 പോയിന്റ് വ്യത്യാസത്തിലാണ് വിദ്യാലയത്തിന് 1ാം സ്ഥാനം നഷ്ടമായത്. തിരുവാലി ഗവൺമെന്റ് UP സ്കൂളിന് 61 പോയിന്റ് ലഭിച്ചപ്പോൾ വിദ്യാലയത്തിന് 60 പോയിന്റ് ലഭിച്ചിരുന്നു. വിജയികൾക്കുള്ള സമ്മാനദാനം AM സത്യൻ, PTA പ്രസിഡന്റ് AK ഹംസകുട്ടി, സ്റ്റാഫ് സെക്രട്ടറി സുനിൽ എന്നിവർ വിതരണം ചെയ്തു. വോട്ട് കച്ചവടം നടത്തി അഴിമതിയുടെ കൂടാരമായ കരുവാരക്കുണ്ട് CPM ലോക്കൽ കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിൽ നിന്നും വിട്ട് CPI-യിൽ ചേരുന്നതെന്ന് പുലിയോടൻ ഹുസൻകുട്ടി പറഞ്ഞു. കരുവാരക്കുണ്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സഖാവ് കുഞ്ഞാലിയുടെ സഹപ്രവർത്തകൻ CPM വിടുന്ന കാര്യം അറിയിച്ചത്. 1961-ൽ സഖാവ് കുഞ്ഞാലിയാണ് ഹുസൻകുട്ടിയെ പാർട്ടിയിൽ കൊണ്ടുവരുന്നത്. 1964-ൽ പുൽവട്ട വാർഡിൽ നിന്നും പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും 14 വർഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിനു പുറമെ CITU പഞ്ചായത്ത് പ്രസിഡന്റ്, ആർട്ടിസാൻസ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങളിലും നിരവധി സമരങ്ങളിലും സഖാവ് ഹുസൻകുട്ടി മുൻനിരയിലുണ്ടായിരുന്നു. സഖാവ് ഇമ്പിച്ചിബാവ ചെയർമാനായി നിലമ്പൂർ കോവിലകം മലയിൽ മിച്ചഭൂമിക്കായി നടത്തിയ സമരത്തിൽ ഇദ്ദേഹമായിരുന്നു വൈസ് ചെയർമാൻ. അരനൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ച തനിക്ക് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത അഴിമതിയാണ് ലോക്കൽ കമ്മിറ്റിക്കുള്ളിൽ നടക്കുന്നത്. പഞ്ചായത്തിൽ പുതുതായി വരുന്ന ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ പാർട്ടി ഭൂമാഫിയയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അടുത്ത കാലത്തായി പാർട്ടിയുമായി ചില അകൽച്ചകളുണ്ടാകാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. അടുത്ത കാലങ്ങളിലായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമാഫിയകൾക്ക് അവരുടെ സാമ്പത്തിക വേണ്ടിയിട്ടുള്ള ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലമെടുക്കാൻ വേണ്ടി പഞ്ചായത്തുമായിട്ടുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പാർട്ടി ആ കാര്യത്തിൽ ഭൂമാഫിയകളിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് പൊതുവെ ഇവിടെ സംസാരങ്ങളുണ്ടായി. അതുകൊണ്ട് നമ്മളതിനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് പാർട്ടിക്കകത്ത് ലോക്കൽ കമ്മിറ്റിക്കകത്ത് അത് നമ്മൾ പ്രതികരിക്കണം, നമ്മളത് കൂട്ടിവെക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പാർട്ടിയിൽ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതിനു പുറമെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പണം കൈപ്പറ്റി. ഇതിലെ ഒരംഗത്തിന്റെ വീട്ടിൽ വെച്ചാണ് ചർച്ച നടത്തിയിരുന്നതെന്നും പാർട്ടി വോട്ട് കച്ചവടം നടത്തിയതിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങളുണ്ടെന്നും പുലിയോടൻ ഹുസൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കിഴക്കേത്തല CPI ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ CPI ഏരിയ കമ്മിറ്റി അംഗം MK കബീർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിച്ചു, EP വിനോദ്, OP ഇസ്മയിൽ, T ബഷീർ എന്നിവർ പങ്കെടുത്തു. 20ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന കരുവാരക്കുണ്ട് ലോക്കൽ സമ്മേളനത്തിലുണ്ടായ വിഭാഗീയ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് CPM-ൽ നിന്നും രാജിവെക്കുകയും തുടർന്ന് CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ട മുതിർന്ന നേതാവ് P കുഞ്ഞാപ്പു ഹാജിയും CPM-ൽ നിന്നും CPI-യിൽ ചേർന്നു. CPM സംഘടിപ്പിച്ച നിരവധി പ്രതിഷേധ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുകയും നിരവധി തവണ കരുവാരക്കുണ്ട് ലോക്കൽ കമ്മിറ്റി അംഗമായും കുഞ്ഞാപ്പു ഹാജി പ്രവർത്തിച്ചിട്ടുണ്ട്. ലോക്കൽ സമ്മേളനത്തിൽ ഉടലെടുത്ത വിഭാഗീയതയിൽ CPM വിട്ട് CPI-യിൽ ചേർന്ന 2ാമത്തെ ആളാണ് P കുഞ്ഞാപ്പു ഹാജി. നിർമ്മാണ പ്രവൃത്തികളിൽ അപാകതയെന്ന് ആരോപണം ശക്തം. പൂക്കോട്ടുംപാടം ചെട്ടിപ്പാടം TK കോളനി റോഡിലെ ടാറിംഗ് പ്രവൃത്തിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത്. 2 വർഷത്തിലേറെയായി അമരമലം പഞ്ചായത്തിലെ പൂക്കോട്ടുപാടം ചെട്ടിപ്പാടം TK കോളനി റോഡിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ട്. എന്നാൽ വർഷങ്ങളേറെയായിട്ടും കരാറുകാരന്റെയും മറ്റ് അധികൃതരുടെയും അനാസ്ഥ കാരണം ഒച്ചിഴയും വേഗത്തിലാണ് റോഡിന്റെ പ്രവൃത്തി നടന്നിരുന്നത്. തുടർന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഓട്ടോറിക്ഷ മുതൽ സ്വകാര്യ ബസ്സുകൾ വരെ ഇതുവഴി സർവീസ് നിർത്തിവെച്ചിരുന്നു. ഇതോടെ ഇതുവഴി യാത്രാക്ലേശം രൂക്ഷമാവുകയും ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയും വന്നു. തുടർന്ന് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങളും BJP-യുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാത ഉപരോധം ഉൾപ്പെടെയുള്ള സമരം നടത്തിയതിന്റെ ഭാഗമായി നിരന്തരമായി പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളുടെയും
അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇടപെട്ടതിനെ തുടർന്നാണ് മഴക്കാലത്തിനു ശേഷം റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രദേശവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് റോഡിന്റെ പുനഃപ്രവൃത്തികളെ കണ്ടിരുന്നത്. എന്നാൽ വേണ്ട രീതിയിൽ സോളിംഗ് പ്രവൃത്തി പല സ്ഥലത്തും നടത്തുന്നില്ലെന്നും സോളിംഗ് ഇല്ലാത്ത പല ഭാഗത്തും ടാർ മിക്സ് ചെയ്ത് ബേബി മെറ്റലുകൾ റോഡ് ടാർ ചെയ്യുന്നുവെന്നുമാണ് നാട്ടുകാരുടെ പരാതി. ഇത്തരത്തിലുള്ള പ്രവൃത്തി റോഡിന്റെ നാശത്തിന് കാരണമാവുമെന്നും പ്രവൃത്തികളിൽ അധികൃതർ വേണ്ട ശ്രദ്ധ ചെലുത്തി റോഡിന്റെ പ്രവൃത്തി കുറ്റമറ്റതാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരുടെ ഈ ആവശ്യത്തെ ഗൌരവകരമായി കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ സ്വീകരിക്കുമെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രദേശവാസിയുമായ വിനോദ് ജോസഫ്, വെള്ളേരി മോഹൻ, വിജിൻ, അയനിക്കോടൻ മുരളീധരൻ, ചക്കരാത്ത് സംഗീത് എന്നിവർ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. ഈ റോഡ് വിഷൻ 2010 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് 1,66,00,000 ഇപ്പോൾ ഇതിന് നിലവിലുണ്ട്. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ നിലവിൽ ഈ വർക്ക് നടത്തുമ്പോൾ ഒരു വർഷത്തിലേറെയായി ഈ പണി നടക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വേണ്ടി മറുപടി കിട്ടുന്നുണ്ട്. പക്ഷേ ഇവരത് കൃത്യമായി ഗവനിക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നോക്കുമ്പോൾ ഈ പരിപാടി നടത്തുന്നത് ഒരു 4-5 ആളുകളെ വെച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് കൃത്യമായി ഈ പരിപാടി നടത്താതെ ഇപ്പോൾ തൽക്കാലം അവർ പെട്ടെന്ന് വന്നിട്ട് ഒരു പരിപാടി ടാറിംഗ് നടത്തുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇത് നടക്കുന്നത് ഫിനിഷിംഗ് വർക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആ കോൺട്രാക്ടർ അവരെ കണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഫിനിഷിംഗ് ഭാഗമുള്ള ഭാഗത്ത് അര ഇഞ്ച് ചിപ്സ് ഇടാതെ മെറ്റലിടാതെ ആ ഫിനിഷിംഗ് ഭാഗം പിന്നെ ഈ ചിപ്സ് ഇട്ടിട്ടാണ് അത് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ഞങ്ങൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഇതേപോലെ ഫിനിഷിംഗ് ഉള്ള ഭാഗത്ത് പിന്നെ ഞങ്ങൾ അരയിഞ്ച് മെറ്റൽ ഇടില്ല, അവിടെ ബേബി മെറ്റൽ മാത്രമേ ഇടുകയുള്ളൂ. അപ്പോൾ അമരമ്പലം പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനവും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ സഖാവ് കുഞ്ഞാലി CPM നേതൃത്വം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രവർത്തനം നടന്നിരുന്ന മേഖലയായി. ഈ പുട്ടിക്കല്ല് പ്രദേശവും അതുപോലെ തന്നെയായിരുന്നു ഒക്കെ സൂചിപ്പിച്ചതുപോലെ അങ്ങുലി പരിമിതമായ വളരെ കുറച്ചു പേർ മാത്രമാണ് മുസ്ലിം ലീഗിന്റെ സംഘടനാ രംഗത്തുണ്ടായിരുന്നത്. ഇന്ന് കാലം മാറി, കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് മുസ്ലിം ലീഗിലേക്ക് ആകൃഷ്ടരായി അതിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളത്. അമരമ്പലം പഞ്ചായത്തിലെ പൊട്ടിക്കല്ലിൽ പ്രത്യേകം തയ്യാറാക്കിയ പിലാക്കാടൻ മാനുഹാജി നഗറിലാണ് പൊതുസമ്മേളനവും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകിയത്. തുടർന്ന് പുതുതായി മുസ്ലിം ലീഗിലെത്തിയ 100ഓളം പേർക്ക് മെമ്പർഷിപ്പ് വിതരണവും നടത്തി. മെമ്പർഷിപ്പ് വിതരണം നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KT കുഞ്ഞാൻ നിർവഹിച്ചു. ചടങ്ങിൽ റിലീഫ് സെൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന വീട് പുനരുദ്ധാരണ പ്രവൃത്തി ധനസഹായം ജില്ലാ പഞ്ചായത്ത് അംഗം P ഖാലിദ് മാസ്റ്റർ നിർവഹിച്ചു. ആമ്പാടത്ത് ഹംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം AP ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി P ഇസ്മായിൽ മൂത്തേടം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CH ഇക്ബാൽ, അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് VK അബ്ദുൽ ഗഫൂർ, ജനറൽ സെക്രട്ടറി കൈനോട്ട് അലി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തനൂജ ആദവനാട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK അബ്ദു, അടുക്കത്ത് നസീറ, ഖദീജ ചെറുപള്ളിക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ഉസ്മാൻ ഫാറൂഖി സ്വാഗതവും KP ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. ജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ 1ാം സ്ഥാനം നേടിയ K ഷംനയ്ക്ക് സ്കൂൾ അധികൃതർ സ്വീകരണം നൽകി. കരുളായി പുള്ളിയിൽ ദേവദാർ ALP സ്കൂളാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രവൃത്തി പരിചയമേളയിൽ മുത്തുകൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മാണ വിഭാഗത്തിലാണ് ഷംനയ്ക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. തുടർന്ന് സ്കൂൾ അധികൃതർ തയ്യാറാക്കിയ സ്വീകരണ യോഗത്തിലാണ് ഷംനയ്ക്ക് സ്കൂൾ വക പാരിതോഷികം സ്കൂൾ ഹെഡ് മിസ്ട്രസ് നാൻസി ടീച്ചർ വിതരണം ചെയ്തത്. തുടർന്ന് സബ് ജില്ലാ അറബി കലോത്സവത്തിലെ 1ാം സ്ഥാനവും LP ജനറൽ വിഭാഗത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്കൂൾ മാനേജ്മെന്റ് അനുമോദിച്ചു. ചടങ്ങുകൾ TH അബ്ദുൾ റസാഖ്, ഷീജ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി.